ഓൾമോസ്റ്റ് ടൈം 9 o'clock. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഈ റൂം പെറ്റിറ്റ് അന എന്ന് പറഞ്ഞ ഒഡയം ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമൊക്കെ നിങ്ങൾക്ക് കാണിച്ച സുഖമാണ്. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ കളർ കോമ്പിനേഷൻ. അത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഈ ഗ്രീൻ ആണ്, ഇത് കളറിന് എന്താ പറയാമെന്ന് അറിയില്ല. ഇവിടുന്ന് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള വ്യൂ ആണിത്. ഇതിൽ ബീച്ച്, കടലിൻ്റെ ഒച്ച ഇങ്ങനെ ശ്രുതിമീട്ടും പോലെ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ കാണാൻ ചെയ്യും. മിസ് ആദി, ഓപ്പൺ ദ ഡോർ. ആ വാതിലിങ്ങനെ നമ്മൾ ക്ലോസ് ആയിട്ട് എങ്ങനെയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പം ഞങ്ങൾ തിങ്സൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു മൈൻഡ് ആക്കണ്ട. നല്ല കളർ തീം അധികമൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളാണ്. ഒരു ഡബിൾ 2 സിംഗിൾ കോട്ട് അടുപ്പിച്ചിട്ടത്. പിന്നെ റൂമിൽ ഒരു ബീച്ച് സമ്മർ വൈബ് തരുന്ന പോലത്തെ കുറച്ച് പിക്ചേഴ്സ്, പിന്നെ മിറർ, പിന്നെ ഒരു ടോയ്ലറ്റ്, ബാത്റൂം അറ്റാച്ച്ഡ്. നല്ല സൗകര്യമുള്ള ഒന്നാണ്. നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം. ആദ്യം എന്നാൽ പോവാം നമുക്ക്. കഴിഞ്ഞ് നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കമോൺ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. പെറ്റിറ്റ് അന ഉണ്ടോ? പെറ്റിറ്റ് അന. I'm a rider, provider. എന്നെ അടിക്കണം. എന്നെ അടിച്ചിട്ട് ഇന്ന് ഫുള്ള് കറക്കാം. ശുഭയാത്ര പോയ മയക്കം. നാട്ടിലൊരു അങ്കിൾ വരുന്നുണ്ട്. പേച്ചെല്ലാം താലാട്ട് പോലെ എന്നെ പെട്രോൾ അടിച്ച് ഞങ്ങൾ ഇവിടെ ഗേറ്റിൽ കുടുങ്ങി. ഗൈസ് നിർത്തുക, സ്റ്റോപ്പ്. ഓ സച്ച് എ നൈസ് പ്ലേസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ. ഞാൻ കാണിച്ചുതരാം. സോ വി ഹാവ് ഓർഡേഡ്, ഞാനൊരു കാപ്പച്ചിനോ ഓർഡർ ചെയ്ത്, അതിലൊരു കഫേ ലാറ്റെ ഓർഡർ ചെയ്ത്. I mean, look at this. This is my cappuccino, cafe latte, adira, and the sea. Oh, ഏത് സ്ഥലം. സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് ബ്രെഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി സ്ക്രാമ്പിൾഡ് എഗ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതുപോലത്തെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നേരം നല്ല സണ്ണി ആയിരുന്നു. ഇപ്പോൾ ഇതാ മഴക്കാറ്, കടലിൽ അങ്ങോട്ട് മഴക്കാറ് വന്ന് അവിടെയൊക്കെ ഡാർക്കായി. അങ്ങനെ നമുക്ക് ഈ റൂമിനോട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. നമുക്കിനി ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് ഇവിടെ വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും കറങ്ങി നടക്കാം എന്നാണ് നമ്മുടെ. നമ്മളിപ്പോൾ ഒരു അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ എന്നല്ല, ആദ്യം കൂടെ കാണിക്കേ. നമ്മളിപ്പോ ജഡായു പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 23 kilometers ആണ്. സോ ലെറ്റ്സ് ഗോ. Look at the view. ഇവിടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക, അങ്ങനെ വണ്ടിയിൽ വെറുതെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. പുഴ, കടല്. നമ്മളെ നാട്ടിൽ കാണാത്തൊന്നല്ലേ, എന്നാലും ഒരു തൊര. അവിടെയാണ് നമുക്ക് പോകേണ്ടത്. ക്ലൈംബ് അപ്പ് ദർ. എങ്ങനെയാ പോകണമെന്ന് അറിയില്ല. അതിനെ നടക്കേണ്ടി വരുമോ? നടക്കേണ്ടി വരുന്നോ ഞാനറിയില്ല. ലിഫ്റ്റില്ലെങ്കിൽ എന്തെങ്കിലും. ഗായ്സ്, ഞങ്ങൾ ജഡായു എർത്ത് സെൻറ്ററിലാണുള്ളത്. വന്ന് മൂഞ്ചി, ബിക്കോസ് കേബിൾ കാർ ഇസ് അണ്ടർ മെയിൻ്റനൻസ്. സോ
സോ വളരെ ശോകകരമായ ഒരു കാര്യം നടന്നു. ജഡായുവിലുള്ള കേബിൾ കാർ ഇസ് നോട്ട് വർക്കിംഗ്, ടെക്നിക്കൽ ഇഷ്യൂ. അത് 2-3 മണിക്കൂർ അത്ര ഫിക്സ് ആകും. അത്ര ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്കില്ല. ടുഡേ വി ആർ ഗോയിങ് ബാക്ക് ഹോം. സോ നമുക്ക് ജഡായു കാണാം, പിന്നെ വരാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ വീണ്ടും വർക്കലയിൽ തന്നെ പോവാം. യെസ് ബ്രോ. After the huge disappointment, we came back to Varkala Cliff again. ഇവിടെ നിന്ന് തന്നെ ചുറ്റിയടിക്കാം. ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് ചെയ്യാം. ഷോപ്പിലൊക്കെ കയറി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഏതെങ്കിലും നല്ല കഫേയിൽ, ബീച്ച് വ്യൂവിൽ നല്ല ലഞ്ച് കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച് we came back. അതിലൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കാണ്ട്. വി ആർ റൈറ്റ് നൗ അറ്റ് വർക്കല ക്ലിഫ്. മഴക്കാർ വന്ന് വീണ്ടും മഴ പെയ്യാനുള്ള എല്ലാ കോളും കാണുന്നുണ്ട്. കഫേ ഡെൽ മാർ മുകളിലിരിക്കാം. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കഫേ ഡെൽ മാറിലേക്കാണ് വന്നിരിക്കുന്നത്. Another meal, another view. Not another view, same beach but friend cafe. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം കൊച്ചി പോയിട്ടാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ വെക്കേഷൻ പോലെ വർക്ക് ചെയ്തുകൊണ്ട് ലീവൊന്നും എടുക്കാണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് കൊച്ചി പോയത്, ഇവിടെ വന്നാൽ മതിയായിരുന്നു സ്ട്രെയിറ്റ് ആയിരുന്നു. ബിക്കോസ് എക്സ്പെൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഐ തിങ്ക് വർക്കല ഇസ് ബെറ്റർ ദാൻ കൊച്ചി. കൊച്ചി ഇസ് കോസ്റ്റ്ലി ആൻഡ് ഇവിടെയാണ് എസ്തെറ്റിക്സ് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെൻറ്റ്, നല്ല പീസ് ഓഫ് മൈൻഡ് ഒക്കെ ഇവിടെയാണുള്ളത്. സോ ആക്ച്വലി ഞങ്ങൾ 3 days അറ്റ് കൊച്ചി ആൻഡ് ഇവിടെ ആകെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. വർക്കല ഇസ് അമേസിങ്. ഞങ്ങൾ അങ്ങനെ ഒരു ഹെക്ടിക് പ്ലാൻസ് ഇവിടെ പോകണം അവിടെ പോകണം അങ്ങനത്തെ പ്ലാൻ ആയിരുന്നില്ല. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആയിരുന്നു ഞങ്ങളുടെ മോട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു. ഐ ഗോട്ട് മൈ ചോക്ലേറ്റ് ഷേക്ക്. ഞാൻ ഇത്ര ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. ആദ്യം ഇതൊന്ന് തന്നെ കഴിക്കുമ്പോഴൊക്കെ മനുഷ്യൻ്റെ വിശപ്പ് മാറുമെന്നാണ് തോന്നുന്നു. അത്രയൊക്കെ ഉണ്ട് ഇതിൽ. ചോക്ലേറ്റ് ഷേക്ക് ഒന്ന് മതി തോന്നും ഉച്ച ഭക്ഷണത്തിന്. I got some വലിയ ടേസ്റ്റ് പോരാ. ഇത് വളരെ ബുദ്ധിമാന്മാരായിട്ട് നമുക്ക് ഒരു പൊട്ടത്തരം പറ്റി. ലെമൺ ഷുഗർ ക്രേപ്പ് എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ദോശ വന്ന സാധനമാണ്. നമ്മൾ ഡ്രിങ്ക് ആണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്ത് വന്ന് നോക്കുമ്പോൾ തിരുലട തന്നെ. തിരുലടയ്ക്ക് ലെമൺ ഫ്ലേവർ. എൻ്റെ അമ്മ ചായക്കൂട്ടലിനൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇതിനെന്താന്നാ ഈ ദോശ പോലത്തെ സാധനത്തിൽ എത്ര 120. സോ ഞങ്ങളുടെ ലഞ്ച് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ 65, ലെമൺ ഷുഗർ ക്രേപ്പ്, ചോക്ലേറ്റ് ഷേക്ക്. അതിര ഇതുപോലെ കൊണ്ടുപോകാം. 800 ഇവിടെ ഇപ്പോൾ സീസൺ ടൈം അല്ല, അതുകൊണ്ടാണ് എനിക്ക് സ്ഥലം ഇപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടത്. ഇനി ഒരു 1 month കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. കാക്കേ കൂടെ വിട്. വീട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് കിടന്ന് കരയൂലേ. ഞങ്ങളിപ്പോൾ ഒരു കടയിൽ വന്നു. എന്തിന്? ഒരു സാധനം വാങ്ങാൻ, ഒരു ഷോർട്ട്സ് വാങ്ങാൻ വന്നു. ഇവിടെ നല്ല ഗോയിലൊക്കെ ഉള്ള നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. അവിടെയുള്ള അല്ലറ ചില്ലറ സാധനത്തിൻ്റെ റേറ്റൊക്കെ കണ്ട് ഞെട്ടി എന്ന് പറയാം. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ചെറിയ പാദസരമൊക്കെ വാങ്ങിച്ചാൽ അതിര, വേറൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ക്ലിഫിൽ നിന്ന് താഴെയുള്ള ബീച്ചിലേക്ക് പോകാൻ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ. സോ ഹിയർ വി ഗോ. ഞങ്ങൾ ക്ലിഫ് ഇറങ്ങി താഴെ വന്നു. അവിടെ നല്ല തിരക്കാണ്. ഇത് സൺസെറ്റും ഇല്ല ഗൈസ്, ഓൺലി മഴക്കാർ. ആതിര എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ആതിരനെ ഫോളോ ചെയ്തിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് ഞാനും പോകുന്നുണ്ട്. ഇതാണ് ക്ലിഫിൻ്റെ മുകളിൽ കണ്ട നല്ല എകരുണ്ട്. നമുക്ക് ഈ ഇറങ്ങിയ സ്റ്റെപ്പ് മൊത്തം കയറി മേലെ പോവുകയും വേണം. ബീച്ച്. സോ ഇവിടെ കടപ്പുറത്ത് നമുക്ക് കാല് നനക്കാന്ന് ഇവിടെ പറ്റൂല. ഇല്ല, ഡയറക്റ്റ് ക്ലിഫിൻ്റെ താഴെ ഭയങ്കര ഡേഞ്ചറാണ്. കുറേ കല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഗാർഡൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കില്ല. അതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റൂല. അങ്ങനെ ഞങ്ങളുടെ വർക്കല ട്രിപ്പ് കെയിം ടു എൻ എൻഡ്. ഇഫ് ഐ ഹാവ് ടു ഡിഫൈൻ ദിസ് ട്രിപ്പ് ഇൻ എ വേർഡ്, ഐ വുഡ് സേ പീസ്. നല്ല സമാധാനത്തിൽ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. നോ ടെൻഷൻ, നത്തിങ്, ജസ്റ്റ് റോമിങ് അറൗണ്ട് വിത്തൗട്ട് എനി ഡെസ്റ്റിനേഷൻ ഓർ പ്ലാൻ, നത്തിങ്. ഗുഡ് ഫുഡ്, ബീച്ച് ആൻഡ് വാട്ട് എൽസ് യു നീഡ്.
That's all guys, so I hope you all like this video. See you all in next video. Until then, this is me Adina Chandran signing off from The Life.